ഹായ് ഓൾ, എല്ലാവർക്കും കേരള PSC കണ്ടക്ട് ചെയ്യുന്ന സബ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും പ്രിലിംസൊക്കെ നന്നായിട്ട് എഴുതിയിട്ട് പ്രിലിംസിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ് റിസൾട്ട് വന്ന ശേഷം പഠിക്കാം എന്നുള്ളത്. നിങ്ങൾ അത്യാവശ്യം മാർക്ക്, നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു മാർക്ക് നിങ്ങൾ പ്രിലിംസിന് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം, എസ്പെഷ്യലി സ്പെഷ്യൽ ടോപ്പിക്ക്. കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ PSCക്ക് പഠിക്കുന്നതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ എക്സ്ട്രാ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണ്. ഒരു സബ് ഇൻസ്പെക്ടർ ആകുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള അതിയായ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനമാണെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. കാര്യം മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഈ ജോലി എയിം ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്പെഷ്യൽ ടോപ്പിക്ക് വലിയ കാര്യമായിട്ട് നോക്കത്തില്ല. അത് തന്നെയല്ല, നമുക്കറിയാം നിലവിലെ സിലബസ് അനുസരിച്ചിട്ട് ഒരു ലാർജ് പോർഷൻ ഓഫ് മാർക്ക് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിന് സമയം വൈകാതെ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ സബ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ മുഴുവൻ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളും നമ്മൾ ഈ ചാനലിലൂടെ ഫ്രീ ആയിട്ട് എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും അത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ അത് അറിയിക്കേണ്ടതാണ്. നമ്മൾ ഇത്തരത്തിൽ ഫ്രീ ആയിട്ടൊരു ക്ലാസ് എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ PSC പഠിച്ചുകൊണ്ട് എനിക്കറിയാം നമ്മൾ PSC പഠിക്കുന്ന സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളെല്ലാം നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം ഒരുപാട് പേയ്മെൻറ്റും കാര്യങ്ങളും കൊടുത്താണ് അവർ ക്ലാസ് എടുക്കുന്നത്. അപ്പം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ നമുക്കൊരു പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഒരു ക്ലാസ് അഫോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി PSC പഠിക്കുന്ന ആ ഒരു അവസ്ഥ നമുക്കറിയാം, മനസ്സിലാവും. നമുക്കത് അഫോർഡബിൾ ആയിരിക്കില്ല പലപ്പോഴും. അപ്പോൾ നമ്മളില്ലാത്തൊരു പൈസ ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മളവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. കാരണം ജോലി കിട്ടണമെന്നുള്ളൊരു അതിയായ ഒരു ആഗ്രഹമുള്ളതുകൊണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സുകളിൽ കിട്ടുന്ന അതേ ക്വാളിറ്റി തന്നെ ആയിരിക്കും നമ്മളിവിടെ, അല്ലെങ്കിൽ അതിന് മുകളിലുള്ളൊരു ക്വാളിറ്റിയിലായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ മറ്റു വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് BSA അഥവാ ഭാരതീയ സാക്ഷ്യ അധിനിയം. നമുക്കറിയാം തെളിവുകൾ ഹാൻഡിൽ ചെയ്യുന്നത് സംബന്ധിച്ചിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള നിയമമാണ് BSA. അടുത്തായിട്ട് നോക്കാൻ ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന കുറച്ച് ഡേറ്റുകളാണ്. നമുക്കറിയാം ഒരു നിയമം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം നിലവിൽ വരുന്നതല്ല, അതിന് അതിൻ്റേതായ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ അതെല്ലാം നമുക്കറിയാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ PSCയിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടതെന്ന് പറയുന്നത് BSA എന്നാണ് ലോക്സഭ പാസ്സാക്കിയത്. അപ്പോൾ ഡേറ്റ് ശ്രദ്ധിക്കുക, 20 ഡിസംബർ 2023. ഓക്കെ, അപ്പം 2023 ഡിസംബർ 20 ലോക്സഭ പാസ്സാക്കുന്നത്. തൊട്ടടുത്ത ദിവസം ഡിസംബർ 21 എന്ത് ചെയ്യുന്നു, രാജ്യസഭയും പാസ്സാക്കി. ഓക്കെ, അതിനുശേഷം 25 രാഷ്ട്രപതി എന്ത് ചെയ്തു, ഒപ്പുവെച്ചു. അപ്പോൾ നമുക്കറിയാം ഒരു നിയമം നിലവിൽ വരുന്നുവെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെക്കണം, അല്ലേ? അപ്പോൾ എന്നാണ് ഒപ്പുവെച്ചത്, 25 ഡിസംബർ 2023. അപ്പോൾ ഓരോ ഡേറ്റുകളും മനസ്സിലോട്ട് പതിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം അടുത്ത വരുന്നത് എന്താണ്, ഏത് രാഷ്ട്രപതിയാണ്? അപ്പോൾ നമുക്കറിയാം ഈ പീരീഡിൽ നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ദ്രൗപദി മുർമു ആണ്. അപ്പോൾ BSA നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇനി ഒപ്പുവെച്ചു, ഇനി നമുക്കറിയാം എന്നാണ് നിലവിൽ വന്നതെന്നുള്ളത്, അല്ലേ? ഒപ്പുവെച്ച് പിറ്റേ ദിവസം തന്നെ നമ്മൾ നിയമമാക്കിയിട്ടില്ല. നിയമം നിലവിൽ വരുന്നത് 1 ജൂലൈ 2024. കണ്ടോ, തൊട്ടടുത്ത വർഷമാണ് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പം നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024. അപ്പോൾ നിയമത്തിൻ്റെ പേരിൽ കിടക്കുന്ന വർഷം 2023. അതുകൊണ്ട് നിലവിൽ വരുന്നത് 2023 വിചാരിക്കരുത്. നിലവിൽ വരുന്നത് 1 ജൂലൈ 2024. അപ്പോൾ ഡേറ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്തടാ. ലോക്സഭ പാസ്സാക്കിയത് 20 ഡിസംബർ 2023. രാജ്യസഭ പാസ്സാക്കിയത് 21 ഡിസംബർ 2023. എന്ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു, ഡിസംബർ 25, 2023. ഏത് രാഷ്ട്രപതിയായിരുന്നു, ദ്രൗപദി മുർമു. എന്നാണ് നിലവിൽ വരുന്നത്, 1 ജൂലൈ 2024. അപ്പോൾ ഇത്രയും ഡേറ്റുകൾ മനസ്സിലോട്ട് പതിപ്പിക്കുക നന്നായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഓരോ സെക്ഷനുകളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ റിവൈസ് ചെയ്യുന്ന കൂടെ നമ്മൾ മാക്സിമം പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അത്ര എഫേർട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ബ്രീഫായിട്ട് നോക്കിയേക്കാം. അപ്പോൾ BSA ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. BSA 2023. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് BSA കൊണ്ടുവരുന്നത്, എവിഡൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഒരു കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന നിയമമാണ് ഏത്, BSA എന്ന് പറയുന്നത്. ഇനി ഏത് നിയമത്തെ
റദ്ദ് ചെയ്തുകൊണ്ടാണ് നമുക്ക് BSc നിലവിൽ വരുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 റദ്ദ് ചെയ്തുകൊണ്ടാണ് എന്ത് നിലവിൽ വരുന്നത്? BSc നിലവിൽ വരുന്നത്. ഇനി എന്തിനു വേണ്ടിയായിരുന്നു? ആധുനിക കാലത്തെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമുക്കറിയാം 1872 ഒരു നിയമം വെച്ചിട്ട് 2026 കേസുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇനി എത്ര പാർട്ടുകളുണ്ട്? 4 പാർട്ടുകളുണ്ട്. എത്ര ചാപ്റ്ററുകളുണ്ട്? 12 ചാപ്റ്ററുകളുണ്ട്. ഈ 12 ചാപ്റ്ററുകളിലും കൂടെ എത്ര സെക്ഷനുണ്ട്? 170 സെക്ഷനുകളുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കിയത് കുറച്ച് ഡേറ്റുകളായിരുന്നു BScയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. നമുക്ക് ഓടിച്ചൊന്നുകൂടെ നോക്കിയേക്കാം. ലോക്സഭ പാസ്സാക്കിയത് 20 ഡിസംബർ 2023. രാജ്യസഭ പാസ്സാക്കിയത് തൊട്ടടുത്ത ദിവസം 21 ഡിസംബർ 2023. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 25 ഡിസംബർ 2023. ഏത് രാഷ്ട്രപതിയായിരുന്നു? ദ്രൗപദി മുർമു. ഇനി എന്ന് നിലവിൽ വരുന്നു? 1 ജൂലൈ 2024. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലോട്ട് നന്നായിട്ട് പതിപ്പിക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ BScയിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് നിർവചനങ്ങൾ അഥവാ ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ നിയമം നോക്കിക്കഴിഞ്ഞാലും അതിനകത്തുള്ള ടേംസിനെ ഡിഫൈൻ ചെയ്യാനായിട്ടൊരു പാർട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് BScയിൽ നിർവചനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററുകളിലാണ്. ഓക്കെ, അപ്പം മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഡെഫിനിഷൻസ് പറയുന്നത് ഏത് പാർട്ടിലാണ്? ഫസ്റ്റ് പാർട്ടിലാണ്. ഏത് ചാപ്റ്ററിലാണ്? ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് D ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് 2 ക്ലോസ് D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് അഥവാ രേഖകൾ എന്താണെന്ന് നിർവചിക്കുന്ന BSc സെക്ഷനാണ് സെക്ഷൻ 2 ക്ലോസ് D എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ടൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം. ഡോക്യുമെൻറ്റുകളെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 ക്ലോസ് D. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ എക്സാമും എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. കാരണം നമുക്കറിയാം നമ്മുടെ PScയുടെ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സാം നോക്കിക്കഴിഞ്ഞാലും നല്ല കോറായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിന്ന്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് പോവുക. എന്ന് വെച്ച് സിമ്പിൾ കാര്യങ്ങൾ പഠിക്കേണ്ട എന്നല്ല, എല്ലാം പഠിക്കണം. അപ്പോൾ ഡോക്യുമെൻറ്റ് അഥവാ രേഖകളെക്കുറിച്ച് പറയുന്ന BSc സെക്ഷൻ 2 ക്ലോസ് D ആണ്. ഓക്കെ, ഇനി എന്താണ് ഡോക്യുമെൻ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു കാര്യം പ്രത്യക്ഷമായോ, ഓക്കെ, പ്രത്യക്ഷമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ചോ, ഇനി മറ്റെന്തെങ്കിലും രീതിയിലോ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ രേഖ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നത് ശ്രദ്ധിക്കണം. ഒരു കാര്യം പ്രത്യക്ഷമായോ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം വിശദീകരിച്ചോ. മൂന്നാമത്തെ കാര്യം മറ്റേതെങ്കിലും രീതിയിലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും അല്ലേ, മറ്റേതെങ്കിലും രീതിയിലോ. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നിയമങ്ങൾക്ക് എപ്പോഴും ഓരോ ലൂപ്പ് ഹോൾസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മളൊരു കോടതി ചെല്ലുമ്പോഴത്തേക്കും എന്താണ്, പ്രത്യക്ഷമായിട്ടാണോ? അല്ല. ഇനി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ മറ്റേതെങ്കിലും രീതിയിലായിരിക്കും ആ ഒരു കാര്യത്തെ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വാലിഡ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതായത് മറ്റൊരു രീതിയിൽ കൂടെ അതിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് വാലിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റേതെങ്കിലും രീതിയിലോ, അതേത് രീതിയുമാകാം. അപ്പോൾ അതിന് വാലിഡിറ്റി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടേം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡോക്യുമെൻ്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് പ്രത്യക്ഷമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വിശദീകരിച്ച് ചെയ്യാം. ഇനി മറ്റെന്തെങ്കിലും രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്താലും അതിനെ നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഇനി BSc പറയുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാറ്റഗറി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഴുതപ്പെട്ട കടലാസ് അല്ലേ. നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എഴുതപ്പെട്ട ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കോടതി മുമ്പാകെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡോക്യുമെൻ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള കീഴിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എഴുതപ്പെട്ട പേപ്പർ മാത്രമാണോ? അല്ല, മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻ്റ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത എന്താണ്, അച്ചടിച്ചതോ ഫോട്ടോ എടുത്തതോ ലിത്തോഗ്രാഫ് വഴി ഉണ്ടാക്കിയെടുത്തോ ആയവ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രിൻ്റ് ചെയ്തായാലും ഫോട്ടോ എടുത്ത കാര്യങ്ങളായാലും അല്ലെങ്കിൽ ലിത്തോഗ്രാഫ് വഴി നമ്മൾ ഉണ്ടാക്കിയെടുത്ത എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും അതും കോടതി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇനി അടുത്ത കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു മാപ്പോ പ്ലാനോ ഉണ്ടോ. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ കൈ കിട്ടുന്ന ഒരു മാപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡോക്യുമെൻ്റാണ്. ഇനി മറ്റ് കാറ്റഗറിയിൽ വരുന്ന എന്തൊക്കെയാണ്, മെറ്റൽ പ്ലേറ്റിലോ കല്ലിലോ രേഖപ്പെടുത്തിയവ. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ പുരാതന കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പഴയ ശിലാലിഖിതങ്ങളൊക്കെ. അപ്പം അതിനെയും അല്ലെങ്കിൽ കല്ലിലോ അല്ലെങ്കിൽ മെറ്റലിലോ ഒക്കെ ലിഖിതം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെയും കോടതി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡോക്യുമെൻ്റായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഇനി അടുത്ത വരുന്ന എന്താണ്, കാരിക്കേച്ചർ അല്ലേ, ആർട്ട് വർക്ക്സ്. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ, ചിത്രങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോടതി ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കുന്നുണ്ട്. അടുത്ത കാറ്റഗറിയിൽ വരുന്നത് ഇമെയിൽ, സെർവർ ലോഗ്സ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺസ്, മെസ്സേജസ്, വോയിസ് മെസ്സേജ്, GPS മുതലായ ഡിജിറ്റൽ ഡിവൈസുകളിലെ വിവരങ്ങൾ.
ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോയിൻറ്റ്സുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക് ഡേറ്റാസാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇമെയിൽ, സെർവർ ലോഗ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡേറ്റാസാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പഴയ നിയമം BSAക്ക് മുമ്പുണ്ടായിരുന്ന ആക്ട് ഏതായിരുന്നു? ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരുന്നു. അപ്പോൾ അവിടെ ഡിജിറ്റൽ എവിഡൻസുകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അതിനെ സെക്കൻഡറി എവിഡൻസുകളായിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ BSA വന്നപ്പോൾ ഈ ഒരു ഡിജിറ്റൽ എവിഡൻസുകളെ നമ്മൾ എന്ത് ചെയ്തു? പ്രൈമറി എവിഡൻസ് ആയിട്ട് പരിഗണിക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ A എന്ന് പറയുന്ന ആളെ B എന്ന് പറയുന്ന ആൾ കത്തിക്ക് എന്ത് ചെയ്യുവാണ്? കുത്തുവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു CCTV ഫുട്ടേജ് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ CCTV ഫുട്ടേജിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് B എന്ത് ചെയ്യുന്നുണ്ട്? Aയെ കത്തി ഉപയോഗിച്ച് കുത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അത് കോടതിയിൽ ഒരു എവിഡൻസ് ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക ആ CCTV ഫുട്ടേജ്. ഓക്കെ, അപ്പോൾ കോടതി മുമ്പാകെ പരിശോധിക്കുമ്പോഴത്തേക്കും നേരത്തെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം നമുക്കറിയാം ഇത്തരം വിഷ്വൽ എവിഡൻസിനൊന്നും അധികം പ്രാധാന്യമില്ലായിരുന്നു. അത് സെക്കൻഡറി എവിഡൻസ് ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് കോടതിക്ക് വിധി പറയാൻ പറ്റത്തില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു വാലിഡിറ്റി കുറവായിരുന്നു. ഇപ്പം അത് മാറി ഏത് വന്നു? BSA വന്നു. BSA വന്നപ്പോഴത്തേക്കും എന്ത് പറ്റി? ഈ ഡിജിറ്റൽ എവിഡൻസിന് കുറച്ചുകൂടെ പ്രാധാന്യം കിട്ടി, അല്ലെങ്കിൽ അതിനെ സെക്കൻഡറി എവിഡൻസിൽ നിന്ന് പ്രൈമറി എവിഡൻസ് ആക്കി മാറ്റി. ഇനി അതിനെ കണക്കിലെടുത്തുകൊണ്ട് കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിധി പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിജിറ്റൽ എവിഡൻസിന് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ഏത് ആക്ടിലാണ്? നമ്മുടെ BSAയിലാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഡിജിറ്റൽ എവിഡൻസിന് അത്രയധികം പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 അനുസരിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ രേഖയായി പരിഗണിക്കാൻ സാധിക്കാത്തത് ഏതൊക്കെ? അപ്പോൾ നോക്കിക്കേ, നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. 1 ഇമെയിൽ, 2 സെർവർ ലോഗ്സ്, 3 എഴുതപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, 4 പ്രിൻ്റ് ചെയ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, 5 കാരിക്കേച്ചർ. അപ്പോൾ വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്യാം. നോക്കിക്കേടാ, നമ്മൾ സെക്ഷൻ 2 ക്ലോസ് D പ്രകാരം എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതെന്ന് പഠിച്ചു, അല്ലേ? അപ്പോൾ ആ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഇല്ലെന്ന് നോക്കിക്കേടാ. ഇമെയിലുണ്ട്, സെർവർ ലോഗ്സ് ഉണ്ട്, എഴുതപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, പ്രിൻറ്റ് ചെയ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, കാരിക്കേച്ചർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഡോക്യുമെൻറ്റ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? രേഖയായിട്ട് പരിഗണിക്കാൻ സാധിക്കും, അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രേഖയായിട്ട് പരിഗണിക്കാൻ സാധിക്കാത്തത് ഏതൊക്കെയെന്നാണ്, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനെയും എന്ത് ചെയ്യാം? രേഖയായിട്ട് പരിഗണിക്കാൻ പറ്റും, അല്ലേ? കാരണം നമ്മളെന്താണ്? സെക്ഷൻ 2 ക്ലോസ് D പഠിച്ചതാണ്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഓപ്ഷൻ ആണോ? അല്ല. അപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ D ആണ്, അല്ലേ? മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. നമ്മളിപ്പോൾ അടുത്ത പഠിക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് E ആണ്, അല്ലേ? E ഫോർ എവിഡൻസ് അഥവാ തെളിവ്. ഓക്കെ, അപ്പോൾ തെളിവുകളെ പറ്റി പറയുന്ന അല്ലെങ്കിൽ എവിഡൻസിനെ പറ്റി പറയുന്ന BSA സെക്ഷനാണ് എന്ന് പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് E എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എളുപ്പത്തിൽ പഠിച്ചു വെക്കാടാ. 2 ക്ലോസ് D എന്തായിരുന്നു? D ഫോർ ഡോക്യുമെൻറ്റ്, അല്ലേ? അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് E ഫോർ എവിഡൻസ്. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്, അല്ലേ? അപ്പോൾ തെളിവുകളെ പറ്റി അഥവാ എവിഡൻസിനെ പറ്റി പറയുന്ന BSA സെക്ഷനാണ് ഏത്? സെക്ഷൻ 2 ക്ലോസ് E എന്ന് പറയുന്നത്. ഇനി 2 ക്ലോസ് E പ്രകാരം തെളിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓറൽ എവിഡൻസ് ആണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഡോക്യുമെൻ്ററി എവിഡൻസുകളും. ഇനി എന്താണ് ഓറൽ എവിഡൻസ് എന്നും ഡോക്യുമെൻ്ററി എവിഡൻസ് എന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? സാക്ഷികൾ മൊഴികളിലൂടെ നൽകുന്ന, അല്ലേ? നമുക്കറിയാം എന്താണ് സാക്ഷി മൊഴികൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ കോമൺലി കേട്ടിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ എന്താണ്? സാക്ഷികൾ മൊഴികളിലൂടെ നൽകുന്ന എല്ലാ പ്രസ്താവനകളെയും, അല്ലേ? ഓറലി നൽകുന്ന എല്ലാ പ്രസ്താവനകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓറൽ എവിഡൻസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം BSA വന്നപ്പോൾ അതിലൊരു പുതിയ അപ്ഡേഷൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേരിട്ട് പറയണമെന്നില്ല, അല്ലേ? കോടതിയുടെ അനുമതി പ്രകാരമോ, വാക്കുകൾ ശ്രദ്ധിച്ചോണം, അനുമതി പ്രകാരമോ അല്ലെങ്കിൽ കോടതി ആവശ്യപ്പെട്ടതിന് പ്രകാരമോ, വാക്കുകൾ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ആവശ്യപ്പെട്ടതിന് പ്രകാരമോ അല്ലെങ്കിൽ അനുമതി പ്രകാരമോ ഒരു ഇലക്ട്രോണിക് രൂപത്തിലൂടെ മൊഴി കൊടുത്താലും അതിനെ എന്തായിട്ട് പരിഗണിക്കുന്നുണ്ട്? എവിഡൻസ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഒരു ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ ആണെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഓറൽ എവിഡൻസ് ആയിട്ട് പരിഗണിക്കാം. എപ്പോൾ? കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കോടതിയുടെ അനുമതി പ്രകാരമോ ആണെങ്കിൽ. അപ്പം ഇത്രയുമാണ് ഇതിൽ വരുന്നത്
ഓറൽ എവിഡൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇനി എന്താണ് ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുന്നത്? കോടതിയുടെ മുൻപാകെ പരിശോധനയ്ക്കായി സമർപ്പിക്കുന്ന ഇലക്ട്രോണിക് ഡിജിറ്റൽ രൂപത്തിലുള്ള തെളിവുകൾ അല്ലേ. അപ്പം ഇലക്ട്രോണിക് ഡിവൈസിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ തെളിവുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെ ആ നേരത്തെ പറഞ്ഞ പോയിൻ്റായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. അവിടെ എന്താ പറയുന്നത്? കോടതി ആവശ്യപ്പെട്ട പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ മൊഴിയായിട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അതിന് എന്ത് ചെയ്യുന്നത്? ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഇനി ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് ഡിജിറ്റൽ രൂപത്തിലുള്ള തെളിവുകളാണ് അല്ലേ. മൊഴിയല്ല, തെളിവുകൾ. അതായത് ഇലക്ട്രോണിക് ഡിവൈസ് വഴി മറ്റെന്തെങ്കിലും എവിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുന്നു. ഇനി അത് ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ മൊഴിയായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഓറൽ എവിഡൻസ് ആയിട്ട് വേണം പരിഗണിക്കാൻ. അപ്പോൾ പോയിൻറ്റ്സ് ക്ലിയർ ആയെന്ന് നമുക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേടാ. മൊഴികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാക്ഷികൾ മൊഴിയിലൂടെ നൽകുന്ന എല്ലാ പ്രസ്താവനകളും തെളിവായി പരിഗണിക്കാം. ഓക്കെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കോടതിയുടെ അനുമതി പ്രകാരം നൽകുന്ന ഇലക്ട്രോണിക് രൂപത്തിലുള്ള മൊഴികൾ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കോടതി ആവശ്യപ്പെട്ട പ്രകാരം നൽകുന്ന ഇലക്ട്രോണിക് രൂപത്തിലുള്ള മൊഴികൾ. ഓക്കെ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൻ്റെ കൂടെ എന്താണ് എവിഡൻസ് എന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. എടാ, ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെൻറ്റുകളും എന്തായിട്ട് പരിഗണിക്കാം? എവിഡൻസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെൻറ്റുകളും നമുക്ക് എന്ത് ചെയ്യാം? മൊഴിയായിട്ട് പരിഗണിക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് എഫ് ആണ്. ഓക്കെ. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് എഫ് പറയുന്നത് ഫാക്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഫാക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന PSA സെക്ഷനാണ് ഏത്? സെക്ഷൻ 2 ക്ലോസ് എഫ്. അപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ സെക്ഷനുകൾക്കും ഒരു കണക്ഷൻ കിട്ടുന്നില്ലേ? 2 ക്ലോസ് ഡി എന്തായിരുന്നു? ഡി ഫോർ ഡോക്യുമെൻറ്റ്, ഇ ഫോർ എവിഡൻസ്, എഫ് ഫോർ ഫാക്റ്റ് ഉണ്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് എളുപ്പത്തിൽ പഠിക്കുക. എല്ലാം നമുക്ക് അങ്ങനെ കിട്ടില്ല, എന്നാൽ പോലും കിട്ടുന്നതൊക്കെ മാക്സിമം അങ്ങനെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് ഫാക്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എടാ, എന്തൊക്കെയാണ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് കാണുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ സ്പർശനത്തിലൂടെ, സ്മെല്ലിലൂടെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അല്ലേ. കണ്ണ്, മൂക്ക്, ചെവിയൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെൻസ് ചെയ്യുന്നത്. അപ്പം ഇതുകൂടെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ എന്തെന്നാ പറയുക? ഫാക്റ്റ് എന്ന് പറയും. ഓക്കെ. ഇപ്പം നമുക്കറിയാം സ്പർശം അല്ലേ. ഇപ്പോൾ സ്പർശം നോക്കുമ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോടാ, ഏതായിരുന്നു? നേരെന്ന് പറയും അല്ലേ. അവൻ അഡ്വക്കേറ്റൊക്കെ ആയിട്ട്. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അല്ലേ. അതിനകത്ത് നമ്മൾ ആ പെങ്കുച്ചി എന്ത് ചെയ്യുന്നു? കൊലയാളിയെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പർശനത്തിലൂടെയാണ് അല്ലേ. അപ്പോൾ അതെന്താണ്? ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പരിഗണിക്കാം. ഇനി സ്മെല്ലിലൂടെ നമുക്ക് എന്താണ്? ഇപ്പോൾ ഒരു ക്രൈം നടന്നു, അവിടെ ബ്ലഡിൻ്റെ സ്മെല്ലുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ എന്താണ്? കൊലയാളി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? പുകവലിക്കുന്ന ഒരാളാണ്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പുകവലിയുടെ അല്ലെങ്കിൽ ആ പുകയുടെ സ്മെല്ല് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്മെല്ലിലൂടെയും സ്പർശനത്തിലൂടെയും പിന്നെ കാഴ്ച കേൾവി നമുക്കറിയാം, അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഫാക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫാക്റ്റിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സുബോധമുള്ള ഒരാളുടെ മാനസികാവസ്ഥ അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഒരു ഫാക്റ്റായിട്ട് പരിഗണിക്കണമെങ്കിൽ അത് ഗ്രഹിച്ച ആൾ എന്തായിരിക്കണം? ഒരു സൗണ്ട് മൈൻഡുള്ള ആളായിരിക്കണം അല്ലേ. ഇപ്പോൾ നമുക്കറിയാം പലർക്കും എന്താണ്? ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള ഒരാൾ അല്ലേ, എന്താണ് മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള മാനസിക സ്ഥിരതയില്ലാത്ത ഒരാൾ അറിയുന്നൊരു കാര്യം അല്ലേ, അതിനെ നമുക്ക് എന്തിയായിട്ട് പരിഗണിക്കാൻ പറ്റില്ല? ഫാക്റ്റായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഫാക്റ്റായിട്ട് പരിഗണിക്കണമെങ്കിൽ ആളുടെ മൈൻഡ് എന്തായിരിക്കണം? സ്റ്റേബിളായിരിക്കണം, അല്ലെങ്കിൽ സുബോധമുള്ള ഒരു ആളുടെ മാനസികാവസ്ഥയായിരിക്കണം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ച് ബോധമില്ലാണ്ട് ഒരു വെളിവില്ലാണ്ട് നടക്കുന്ന ഒരാൾ പറയുന്നൊരു കാര്യം നമ്മൾ ഫാക്റ്റായിട്ട് എടുക്കുമോ? ഒരിക്കലുമില്ല. അപ്പം സുബോധമുള്ള ഒരാളുടെ മാനസികാവസ്ഥയായിരിക്കണം എന്തായിട്ട് പരിഗണിക്കേണ്ടത്? ഫാക്റ്റായിട്ട് പരിഗണിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫാക്റ്റ് എന്താണെന്ന് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ്: ഹാർട്ട് ഓഫ് ദ കേസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫാക്ട്സ് ഇൻ ഇഷ്യൂ, ഓപ്ഷൻ ബി ഫാക്റ്റ്, ഓപ്ഷൻ സി റെലവൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി എവിഡൻസ്. ഓക്കെ. അപ്പോൾ ഈ 4 ഓപ്ഷനുകളിൽ ഹാർട്ട് ഓഫ് ദ കേസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ കിട്ടിയോ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഫാക്ട്സ് ഇൻ ഇഷ്യൂ ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പലരും ചിലപ്പോൾ ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവാം
അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ഒരു ക്വസ്റ്റിൽ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനിടയ്ക്ക് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് PSC നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഫാക്റ്റ് അല്ലേ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. നമ്മളെ PSC എന്ത് ചെയ്യുന്നുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഉത്തരത്തിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ട്സ് ഇൻ ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പം സെക്ഷൻ 2(g) ആണ് എന്തിനെ പറ്റി പറയുന്നത്, ഫാക്ട്സ് ഇൻ ഇഷ്യൂവിനെ പറ്റി പറയുന്നത്. അപ്പം നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ BSA സെക്ഷൻ 2(g) ആണ് ഫാക്ട് ഇൻ ഇഷ്യൂവിനെ പറ്റി പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഹാർട്ട് ഓഫ് ദ കേസ്. ഓക്കെ, അപ്പം നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതായിരുന്നു ഹാർട്ട് ഓഫ് ദ കേസ് എന്നറിയപ്പെടുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫാക്ട് ഇൻ ഇഷ്യൂവിനെ തന്നെയാണ് ഹാർട്ട് ഓഫ് ദ കേസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് നോക്കാം. ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ ഒരു കേസ് ചെല്ലുമ്പോഴത്തേക്കും അല്ലേ, അവിടെ വാദിഭാഗം ഉണ്ടാവും, പ്രതിഭാഗം ഉണ്ടാവും. അപ്പം വാദിഭാഗം അതേ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പ്രതിഭാഗം എന്ത് ചെയ്യുന്നു, അല്ല എന്നായിരിക്കും പറയുക അല്ലേ. അപ്പോഴാണല്ലോ അതൊരു തർക്ക വിഷയമായി മാറുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കിയേക്കാം. ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത് എപ്പോഴാണ്, ഏതെങ്കിലും ഒരു കാര്യത്തെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഭാഗം അതിനെ എന്ത് ചെയ്യുന്നു, ഓപ്പോസ് ചെയ്യുന്നു. അപ്പോഴാണ് കോടതിയുടെ മുമ്പിൽ അതെന്തായി മാറുന്നത്, ഫാക്ട് ഇൻ ഇഷ്യൂ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു കേസിൻ്റെ വിധി നിർണ്ണയത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണെന്തെന്ന് പറയുന്നത് ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹാർട്ട് ഓഫ് ദ കേസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചുമ്മാ വന്നിട്ട് നമുക്കൊരു കാര്യത്തെ ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് എന്താണ്, അത് ഒരാളുടെ നിയമപരമായ അവകാശത്തെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തെയോ നേരിട്ട് ബാധിക്കുന്ന കാര്യമായിരിക്കണം. അപ്പോൾ എന്താണ് പറയുന്നത്, ഒരാളുടെ നിയമപരമായ അവകാശത്തെ, അയാളുടെ റൈറ്റ്സിനെയോ അല്ലെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റിയോ നേരിട്ട് ബാധിക്കുന്ന കാര്യമായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അല്ലേ. ഒരു കക്ഷി അത് ഉണ്ടെന്ന് പറയുന്നു, രണ്ടാമത്തെ കക്ഷി അല്ലെങ്കിൽ എതിർ കക്ഷി എന്ത് ചെയ്യുന്നു, അത് നിഷേധിക്കുകയും വേണം. അപ്പോഴാണ് അതൊരു ഫാക്ട് ഇൻ ഇഷ്യൂ ആയിട്ട് മാറുന്നത്. ഇനി ഇത് മാത്രം മതിയോ, അല്ല, മറ്റൊരു കാര്യം കൂടെ വേണം. അത് പ്രധാന വിഷയം അല്ലെങ്കിൽ ഫാക്റ്റം പ്രൊബണ്ടം ആയിരിക്കണം. ഓക്കെ, ഫാക്റ്റം പ്രൊബണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന വിഷയം അല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ലാറ്റിൻ വാക്കുകളാണ്. അപ്പം നമുക്ക് നിയമപരമായിട്ടുള്ള ടേംസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലും വരുന്നത് ഇംഗ്ലീഷ് അല്ല, പകരം എന്തായിരിക്കും, ലാറ്റിൻ വാക്കുകളായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ പറയുന്ന ഫാക്റ്റും പ്രബണ്ടം എന്ന് പറയുന്നത് എന്താണ്, ഒരു കേസിലെ പ്രധാന വിഷയം. അതായത് അതിന് ഫാക്ട് ഇൻ ഇഷ്യൂ ആയിട്ട് പരിഗണിക്കണമെങ്കിൽ കോടതിക്ക് വിധി പറയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, തെളിയിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയവും കൂടെ ആയിരിക്കണം. അതായത് അപ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് കോടതിക്ക് മുമ്പിൽ ചെല്ലുന്നതെങ്കിൽ അതിന് എന്ത് ചെയ്യേണ്ട, ഫാക്ട് ഇൻ ഇഷ്യൂ ആയിട്ട് പരിഗണിക്കേണ്ട കാര്യമില്ല. അതായത് ആ കേസുമായിട്ട് ഒരു ഡയറക്റ്റ് ബന്ധം അതിന് ഉണ്ടായിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ A എന്ന് പറയുന്ന ആളെ B എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നു, കൊന്നുവെന്ന് വിചാരിക്കുക. ഇതാണ് കോടതിയിൽ വന്നിരിക്കുന്ന കേസ്. അപ്പോൾ അവിടെ കുറേ ഫാക്ട്സ് ഇൻ ഇഷ്യൂ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇനി B എന്ന് പറയുന്ന ആൾ Aയുടെ മരണത്തിന് കാരണക്കാരനായി അല്ലേ, അതൊരു ഫാക്ട് ഇൻ ഇഷ്യൂ ആണ്. ഇനി രണ്ടാമത് വരുന്നതെന്ന് പറയുന്നത് എന്താണ്, B എന്ന് പറയുന്ന ആൾ Aയെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ലേ, അപ്പോൾ അതൊരു ഫാക്ട് ഇൻ ഇഷ്യൂ ആണ്. ഇനി അടുത്ത മൂന്നാമത് വരുന്നതെന്ന് പറയുന്നത്, ഇനി Aയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായിട്ടാണോ B കൊല ചെയ്യപ്പെടുന്നത്. ഇനി മറ്റൊരു ഫാക്ട് ഇൻ ഇഷ്യൂ വരുന്നത് എന്താണ്, B സ്വബോധത്തിലാണോ അല്ലെങ്കിൽ ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ അല്ലേ, മാനസികമായിട്ട് ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചറിലാണ് നിന്നിരുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, അവിടെ ഫാക്ട് ഇൻ ഇഷ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു കേസിനെ നോക്കി കാണുമ്പോൾ എന്താണ്, B Aയെ കൊന്നു. പക്ഷേ കോടതി ചെല്ലുമ്പോഴത്തേക്കും അങ്ങനെയല്ല കോടതി എന്ത് ചെയ്യുന്നത്, ആ കേസിനെ നോക്കിക്കാണുന്നത്. അവിടെ ഒരുപാട് ഫാക്ട്സ് ഇൻ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തിനു കൊന്നു, ആര് കൊന്നു, എങ്ങനെ കൊന്നു, എവിടെ വെച്ച് കൊന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കോടതി കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ സെക്ഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് തൊട്ടടുത്ത സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൻ 2(k) ആണ്. അപ്പം റെലവൻറ്റ് അഥവാ പ്രസക്തമായത് സംബന്ധിക്കുന്ന സെക്ഷനാണ് ഇത്, സെക്ഷൻ 2(k) എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്തു, ഫാക്ട് ഇൻ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കറിയാം ഏതൊരു കേസ് വന്നാലും അവിടെ നോർമലി എന്ത് ചെയ്യുന്നു, ഫാക്ട് ഇൻ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടാം. അപ്പം ആ ഫാക്ട് ഇൻ ഇഷ്യൂ തെളിയിക്കാനോ അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാനോ തള്ളിക്കളയാനോ വേണ്ടി എന്ത് ചെയ്യുന്നു, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് വേണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെലവൻറ്റ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് റെലവൻറ്റ് ഫാക്ട്സ് വരുന്നത്, ഫാക്ട് ഇൻ ഇഷ്യൂവിനെ തെളിയിക്കാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, തള്ളിക്കളയാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്താ,
റെലവൻറ്റ് ഫാക്ട്സ് എന്ന് പറയുന്നത്. പ്രസക്തമായതെന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ കോടതിയുടെ മുമ്പിൽ ഒരു കേസ് ചെല്ലുമ്പോഴത്തേക്കും നമ്മളെന്താണ് ലോജിക്കലി ചിന്തിക്കുന്ന അല്ലെങ്കിൽ യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് അവിടെ എന്തുണ്ടാവില്ല, വാലിഡിറ്റി ഉണ്ടാവത്തില്ല. അവിടെ നിയമപരമായിട്ടുള്ള പ്രസക്തമായിരിക്കണം അല്ലേ, അല്ലെങ്കിൽ ലീഗലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അവിടെ എന്തുണ്ടാവുക, സാധുത ഉണ്ടാവുക. അപ്പം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലോജിക്ക് വെച്ചിട്ടൊരു കാര്യങ്ങൾ പറയുന്നു അല്ലേ, അപ്പോൾ അത് കോടതിയിൽ എന്ത് ചെയ്യണമെന്നില്ല, നിലനിൽക്കണമെന്ന് ഇല്ല. അപ്പം കോടതിയിൽ എപ്പോഴും നിലനിൽക്കുന്ന എന്താണ്, ലീഗലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുമാത്രമല്ല BSAയിലെ സെക്ഷൻ 3 മുതൽ 50 വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അത് എന്താണ്, മൊഴികൾ എങ്ങനെ രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ കുറ്റസമ്മത മൊഴികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്, 3 മുതൽ 50 വരെയുള്ള സെക്ഷനുകളിലാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് വേണ്ട സെക്ഷനുകളെല്ലാം പഠിക്കാം, അത് നമുക്ക് പുറകെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സെക്ഷൻ 3 മുതൽ 50 വരെയുള്ള സെക്ഷനുകളിൽ എന്ത് ചെയ്യണം, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ ആണെങ്കിൽ മാത്രമേ അതിനെ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രസക്തമായിട്ട് അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ട് കോടതി പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ് എന്തായിരുന്നു, ഫാക്റ്റ് ഇൻ ഇഷ്യൂ തെളിയിക്കണമെങ്കിൽ, ഫാക്റ്റ് ഇൻ ഇഷ്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്, അത് തെളിയിക്കണമെങ്കിലോ അല്ലെങ്കിൽ തള്ളിക്കളയാനോ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റെലവൻറ്റ് ഫാക്ട്സ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ പോയിൻ്റ് എന്താണ്, ഒരു കാര്യത്തിന് ഒരു യുക്തിപരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പോലും അതെന്ത് ചെയ്യത്തില്ല, കോടതിയിൽ നിലനിൽക്കില്ല, അതിന് ലീഗലായിട്ടുള്ള റെലവൻസ് ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത് പറയുന്ന കണ്ടീഷൻ എന്താണ്, സെക്ഷൻ 3 മുതൽ 50 വരെ എന്ത് ചെയ്യണം, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, റെലവൻറ്റ് ഫാക്ട്സ് ആയിട്ട് കോടതി പരിഗണിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള സെക്ഷനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറകെ ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് ഇനിയും വീഡിയോസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് നോട്ട്സും അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.